ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഡെസേർട്ടാണ്, മാംഗോ ഫിർണി. അപ്പോൾ പേര് കേട്ട ആരും ഞെട്ടണ്ട, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടാണ്. വളരെ സിമ്പിളാണ്, സംഭവം സൂപ്പർ ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യയിലെ റംദാൻ ടൈമിലൊക്കെ തയ്യാറാക്കുന്ന ഒരു ഫേമസ് ആയൊരു ഡെസേർട്ടാണ് ഫിർണി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മാംഗോ ഫിർണിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫിർണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ബസ്മതി റൈസാണ്. അതൊരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബസ്മതി റൈസ് 2 ടേബിൾ സ്പൂൺ മാത്രം മതി, ഒരുപാട് കൂടി പോകരുത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഒരു തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രം അരയാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതേ ഒരു പരുവത്തിന് അരച്ചെടുക്കുക. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കിയൊന്നും അരയ്ക്കേണ്ട, ചെറിയ തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മാംഗോ തന്നെയാണ്. അപ്പോൾ ഫിർണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത, പുളിയൊന്നും ഇല്ലാത്ത, നല്ലതുപോലെ പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ഫിർണിക്ക് അതേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പഴുത്തതല്ലാത്ത അല്ലെങ്കിൽ ചെറിയ പുളിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ടേസ്റ്റിന് അത് കിട്ടില്ല. ഇപ്പോൾ ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മാങ്ങയെല്ലാം കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ശരിക്കും നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പാണ് ഞാൻ എടുക്കുന്നത്. ഫ്രഷ് മിൽക്കാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാല് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാലിൽ കിടന്ന് റൈസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, കട്ട കെട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ വരരുത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് റൈസ് നന്നായിട്ട് കുക്കായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരി വേവിക്കുന്ന സമയത്ത് ഒരുപാട് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് തണുക്കുന്ന സമയത്ത് നന്നായിട്ട് കട്ടിയായി പോവും. അതുകൊണ്ട് അത്രയും കട്ടിയായിട്ട് നമ്മളത് കുറുക്കിയെടുക്കണ്ട. ഇപ്പം നന്നായിട്ട് റൈസൊക്കെ വെന്ത് നല്ല പാകത്തിന് മധുരവും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂവും കുറച്ച് ബദാമും കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റാണ് നമ്മൾ മാങ്ങ ചേർക്കുന്നത്. അപ്പം തീയുടെ ആവശ്യമില്ല. ഇത് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും നമ്മൾ മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല കളറുള്ള മാങ്ങ എടുക്കുക, എങ്കിലേ നമുക്ക് ഇതേപോലെ നല്ല കളറിൽ കിട്ടുള്ളൂ. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ ഒരു ലൂസിനാണ് ഇരിക്കണേ. ഇതിന് കുറച്ചുകൂടി കട്ടിയാവും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പം കുറച്ചുകൂടി കട്ടിയാവും. അപ്പോൾ ഇതേ ഒരു പരുവത്തിനാണ് എടുക്കാനുള്ളത്. ഇപ്പോൾ സ്റ്റൗ ഒന്നും ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ റൈസിൽ മാങ്ങയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലേന്ന്. ശരിക്കും സൂപ്പർ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിർണിയുടെ പരിപാടി. മാംഗോ ഫിർണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴായിരിക്കും കുറച്ചൊരു ടേസ്റ്റ് കൂടുതൽ. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലാവുന്ന സമയത്ത് ചൂട് മാറിയതിന് ശേഷം കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിത് ചൂട് മാറിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ചൂടൊക്കെ മാറിയതിന് ശേഷം നല്ലതുപോലെ ഇത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം.
അപ്പോൾ നമ്മുടെ മാംഗോ ഫിർണി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നോക്കുക. റൈസൊക്കെ ചേർത്ത് മാങ്ങയും റൈസൊക്കെ ചേരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എന്നൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റംദാൻ ടൈമിലേക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്